ഇരൈമൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള പേരിലെ സ്നേഹം ലളിതമായിട്ട് പറയുകയാണ് രവിവർമ്മൻ തമ്പി എന്നാണ് ഇരൈമൻ തമ്പിയായത്. അപ്പോൾ അത്ര അടുപ്പവും സ്നേഹവും ഉള്ള ഒരാളായിരുന്നു തമ്പി. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ മണിക്കൂർ ഉറക്കവും കുറച്ചു നേരം ഉണരുകയും ആണല്ലോ. അപ്പോൾ അത് സുഖനിധിയാകാനായിട്ട് ആണ് താരാട്ട് പാടുക. ലോകത്തിൽ ഇങ്ങനെ ഒരു കുട്ടിക്കോ പ്രായമായവർക്കോ ആസ്വദിച്ച് ഉറങ്ങാൻ സാധിക്കുന്ന ഒരു ഉപാധിയാണ് ഓമനത്തിങ്കൾ കിടാവോ. വളരെ ഇങ്ങനെയൊരു ആൾക്ക് തോന്നി വരാൻ സാധിക്കുമോ എന്ന് ഇപ്പോഴും ആലോചിച്ചാൽ നമുക്കതിന് ഉത്തരം കിട്ടുന്നില്ല. സ്നേഹം, വിശ്വാസം എല്ലാം ചേർന്നിട്ടാണ് ഈ വാക്കുകൾ മനസ്സിന് ഉദിക്കാൻ സാധിച്ചത്. ഭാരജാവ് ജനിച്ച് കുറച്ച് പ്രായമായപ്പോൾ തന്നെ വയസ്സിൻ്റെ വ്യത്യാസമില്ലാണ്ട് ഒരു പ്രിയ സുഹൃത്തും പ്രിയ സേവകനും ആയിട്ട് തമ്പി ജീവിച്ചിരുന്നു. ഇങ്ങനൊരാളെപ്പറ്റി നമ്മളുടെ സ്വദേശത്ത് അറിവ് പോരാ. മറക്കും. മനുഷ്യൻ്റെ ബുദ്ധി വളരെ ചെറുപ്പമാണ്, വേഗം വേഗം പോവും. അപ്പോൾ അത് ഉദ്യമിച്ചിട്ട് ഇതിനെ ഒരു സ്ഥാനം കൊടുക്കുക, ആരാണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെയുണ്ട്. പക്ഷേ നമുക്ക് അന്യമായിട്ട് ഒരിക്കലും ബന്ധം വന്നു എന്നല്ലാണ്ട് ഉപദ്രവം കുറവായിട്ടാണ് ആകപ്പാടെ നോക്കിയാൽ. അപ്പോൾ നമ്മളുടെ കാര്യത്തെപ്പറ്റി ഒരു ആകർഷണം കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് ഇതുമാതിരി മഹാന്മാരെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ആ മറവി ചിരകാലം സൂക്ഷിക്കാനുള്ള ഏർപ്പാടുകളുണ്ട്. അത് ചെയ്തിട്ട് ഇനി വരുന്ന തലമുറകൾക്ക് നമ്മളെപ്പറ്റി ഒരു അഭിമാനം വന്നാലേ തല പൊക്കി നടക്കാൻ നോക്കൂ. അത് നടക്കണം, നടത്തണം. ചാഞ്ചാടിയാടും മയിലോ
കിളിയോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂ സത്യങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും സാക്ഷിയായി സർപ്പത്തിനു മുകളിൽ തെക്കുവടക്കായി കിടന്ന് കിഴക്ക് നോക്കുന്ന ശ്രീപത്മനാഭസ്വാമിയുടെ ഈ മതിലകം തിരുവിതാംകൂറിൻ്റെ ഐശ്വര്യവും പുണ്യവുമാണ്. അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങൾ കൊണ്ടും മുറജപം കഴിഞ്ഞുള്ള ലക്ഷദീപങ്ങൾ കൊണ്ടും തിരുവിതാംകൂറിൻ്റെ രാജധാനിയായ ഈ കോട്ടയ്ക്കകം എന്നും കാഴ്ചയ്ക്കും കേൾവിക്കും കുളിരും ഇമ്പവും പകർന്നിരുന്നു. ഉത്സവത്തിൻ്റെ ഈ കോട്ടയ്ക്കകം കലയ്ക്കും സാഹിത്യത്തിനും വളക്കൂറുള്ള മണ്ണായതിൽ അത്ഭുതപ്പെടാനില്ല. സാധാരണ സംസാരത്തിനു പോലും നാവാടിയാൽ വാക്കുകളെ കവിതകളാക്കി മാറ്റുന്ന കവികൾ എത്രയോ പേർ ഈ രാജധാനിയിൽ ജീവിച്ചിരുന്നു. പദ്യമുണ്ടാക്കി ചൊല്ലി പരിഭവവും പരാതിയും പറഞ്ഞിരുന്ന കവികൾ. അനായാസവും അനർഗളവുമായി കവിതയിൽ അവർ വർത്തമാനം പറഞ്ഞു. മറക്കാൻ പാടില്ലാത്തതൊക്കെ മറക്കാൻ ശീലിച്ച മലയാളി അറിയാതെ ചില വേളയിൽ സ്മരിച്ചു പോകത്തക്കവണ്ണം ഭാവനാസമ്പന്നവും മധുരസാന്ദ്രവുമായ കാവ്യശകലങ്ങൾ എത്രയോ ഈ കോട്ടയ്ക്കുള്ളിൽ വെച്ച് മഹാകവികൾ രചിച്ചു. അവയൊക്കെ കൈരളിയുടെ പുണ്യമായി കാലത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നിലുണ്ട്. അതിൽ പ്രധാനമാണ് തലമുറകളുടെ ഹൃദയങ്ങൾ പാടിയ വാത്സല്യം ചുരത്തുന്ന ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ എന്ന ഇരയിമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ട്. കൊട്ടാരം മുതൽ കുടിൽ വരെയുള്ള ശൈശവങ്ങൾക്കായി ലളിതമായ പദങ്ങൾ കൊണ്ട് ഇത്രയും ലക്ഷണമൊത്ത ഒരു താരാട്ടുപാട്ട് ലോകത്ത് മറ്റൊരു ഭാഷയിലും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ സംഗീത സാഹിത്യാദി കലകൾക്ക് രാജകീയ സംരക്ഷണം സിദ്ധിച്ചിരുന്ന മഹത്തായ ഒരു കാലഘട്ടമായിരുന്നല്ലോ 10-ാം നൂറ്റാണ്ട്. പടയോട്ടങ്ങളും ആഭ്യന്തരമായ അസമാധാനവും തിരുവിതാംകൂറിനെ കീഴ്മേൽ മറിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഉത്കൃഷ്ടമായ സംസ്കാരവും സാഹിത്യവും ഇവിടെ സ്വച്ഛന്തം പ്രവഹിച്ചുകൊണ്ടിരുന്നു. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ എന്ന താരാട്ടുപാട്ടിലൂടെ കേരളീയരെ പാലമൃതൂട്ടിയ മലയാള ഭാഷയുടെ ആത്മാവും ശരീരവും എന്ന് സർവസമ്മതിയാർജിച്ച 10-ാം നൂറ്റാണ്ടിൻ്റെ ഓമനപുത്രൻ മഹാകവി ഇരയിമ്മൻ തമ്പിയുടെ ജീവിതത്തിലേക്ക്. കൊല്ലവർഷം 933 മുതൽ 40 സംവത്സരക്കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ധർമ്മരാജാവിൻ്റെ സഹോദരൻ മകയിരം തിരുനാൾ രവിവർമ്മ ഇളയ തമ്പുരാൻ്റെ മകളായ പാർവതിപ്പിള്ള തങ്കച്ചിയെ പ്രസിദ്ധ പണ്ഡിതനായ ചേർത്തല നടുവിലെ കോവിലകത്തെ ശാസ്ത്രി തമ്പാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളവർമ്മ തമ്പുരാന് വിവാഹം ചെയ്തു കൊടുത്തു. ധർമ്മരാജാവിൻ്റെ സാഹിത്യ സപര്യയിലെ ഒരു പങ്കാളിയും സന്തത സഹചാരിയുമായിരുന്ന തമ്പാൻ ഒരു ക്ഷത്രിയൻ കൂടിയായതിനാൽ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനവും ഒരുമിച്ച് ഭക്ഷണവും രാജാവ് നൽകിയിരുന്നു. ഈ ബന്ധമായിരുന്നു ശാസ്ത്രി തമ്പാന് പാർവതിപ്പിള്ള തങ്കച്ചിയെ വിവാഹം കഴിക്കാൻ സഹായകമായത്. വിവാഹത്തിന് ശേഷം കേരളവർമ്മ തമ്പാൻ ഭാര്യാഗൃഹമായ പുതുമന അമ്മ വീട്ടിലാണ് താമസിക്കേണ്ടത്. പക്ഷേ തിരുവിതാംകൂർ മഹാരാജാവിന് തൻ്റെ സന്തത സഹചാരിയെ നഷ്ടപ്പെടുന്നത് വേദനാജനകമായിരുന്നു. അതുകൊണ്ട് മഹാരാജാവ് കോട്ടയ്ക്കകത്തെ വിറകുപുര കോട്ടയ്ക്ക് സമീപമുള്ള കിഴക്കേ മഠം എന്ന ഗൃഹം കൽപ്പിച്ചു നൽകി. കൊല്ലവർഷം 958-ാം ആണ്ട് തുലാമാസം 15-ാം തീയതി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പാർവതിപ്പിള്ള തങ്കച്ചി
മലയാളിയെ താരാട്ടുപാടി ഉറക്കാൻ, സംഗീതശാഖയ്ക്ക് മറക്കാനാവാത്ത സംഭാവന നൽകാൻ മലയാള കവിതയുടെ പിതാവായ ഇരയിമ്മൻ തമ്പിക്ക് ജന്മം നൽകി. മകനെ സ്നേഹവാത്സല്യത്തോടെ മാറോട് ചേർത്ത് ആ മാതാവ് തൻ്റെ പിതാവിൻ്റെ പേര് കൂടി ചേർത്ത് രവിവർമ്മൻ തമ്പി എന്ന് നാമകരണം ചെയ്തു. പിന്നീട് ഇത് ലോപിച്ച് ഇരയിമ്മൻ തമ്പിയായി. ബാല്യത്തിൽ തന്നെ ഇരയിമ്മൻ തമ്പി പിതാവായ ശാസ്ത്രി തമ്പാനിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിത്തുടങ്ങി. ബാല്യത്തിൽ തന്നെ അറിവുകൾ സ്വായത്തമാക്കിയ ഇരയിമ്മൻ തമ്പിയിൽ കലയുടെ സർഗവാസന കണ്ടു തുടങ്ങി. ആ ബാല്യഹൃദയത്തിൽ കവിതകൾ മൊട്ടിട്ടു വിരിഞ്ഞു. ഏകാന്തമായി ഇരുന്ന് ശ്ലോകമെഴുതാനും ചൊല്ലുവാനും തുടങ്ങി. അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയ മാതാപിതാക്കൾ മകന്റെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ കർമ്മനിരതരായി. 14 വയസ്സിൽ ഒരു ശ്ലോകം എഴുതി മഹാരാജാവിന് അദ്ദേഹം സമർപ്പിച്ചു. കവിത വായിച്ച മഹാരാജാവ് ഉള്ളാലെ സന്തോഷിച്ചു. ഈ സന്തോഷം മഹാരാജാവ് ശാസ്ത്രി തമ്പാനോട് പ്രകടിപ്പിച്ചു. ഇരയിമ്മൻ തമ്പിയെ ഇപ്പോൾ പ്രശംസിച്ചാൽ അത് അമിതമായ ആത്മവിശ്വാസത്തിനും അഹന്തയ്ക്കും കാരണമാവും. ഇരയിമ്മൻ തമ്പി തുടർന്ന് പഠിക്കട്ടെ. പഠിക്കാനുള്ള തുക കൊട്ടാരത്തിൽ നിന്നും നൽകുന്നതാണ്. ശാസ്ത്രി തമ്പാനും പാർവതിപ്പിള്ള തങ്കച്ചിയും മകനെ മൂത്താട്ട് ശങ്കരൻ ഇളയതെന്ന മഹാപണ്ഡിതന്റെ അടുത്ത് വിദ്യാഭ്യാസത്തിനായി വിട്ടു. ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായി ഇരയിമ്മൻ തമ്പി മാറി. ഗുരുവിൽ നിന്ന് സംസ്കൃതത്തിലും ഉപരിഗ്രന്ഥങ്ങളിലും വ്യാകരണശാസ്ത്രങ്ങളിലും അറിവ് നേടി. അതുകൊണ്ട് തമ്പിയുടെ കവിതയ്ക്ക് കിട്ടിയ നേട്ടം അത്ഭുതാവഹമായിരുന്നു. ശബ്ദശുദ്ധി, ശബ്ദഭംഗി, അർത്ഥസൗകുമാര്യം, പദനിഷ്കർഷ, സംഗീതാത്മകത മുതലായ ഗുണങ്ങളാൽ തമ്പിയുടെ കവിത അനുഗ്രഹീതമായി. കേരളത്തിൻ്റെ 14 ഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന കഥകളിപ്പാട്ടുകളെ ഏകോപിപ്പിച്ചത് ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് ആസ്ഥാന കവികളിൽ ഒരാളായിരുന്ന ഇരയിമ്മൻ തമ്പിയായിരുന്നു. 19-ാം വയസ്സിൽ കീചകവധം, തുടർന്ന് ഉത്തരാസ്വയംവരം എന്നീ 2 ആട്ടക്കഥകളും ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് തന്നെ എഴുതി അവതരിപ്പിച്ചു. കർണാടക സംഗീതത്തിൻ്റെ സർഗാത്മകമായ വർണ്ണം, സഭാഗാന വിഭാഗത്തിൽപ്പെട്ട കീർത്തനം, പദം എന്നീ സംഗീത രൂപങ്ങൾ മലയാള ഭാഷയിൽ രചിച്ചിട്ടുള്ള ഒരേ ഒരു കവി ഇരയിമ്മൻ തമ്പിയാണ്. ഇരയിമ്മൻ തമ്പിയുടെ 31-ാം വയസ്സിൽ സ്വാതി തിരുനാൾ ജനിച്ചു. സ്വാതി തിരുനാളിന് 1.5 വയസ്സ് തികഞ്ഞപ്പോൾ ഉത്രം തിരുനാളും ജനിച്ചു. സ്വാതി തിരുനാളിനും ഉത്രം തിരുനാളിനും സുഖമായി ഉറങ്ങാൻ വേണ്ടി അമ്മയായ റാണി ഗൗരി ലക്ഷ്മിഭായി ഇരയിമ്മൻ തമ്പിയോട് ഒരു താരാട്ടുപാട്ട് എഴുതാൻ പറഞ്ഞു. മലയാളത്തിലെ എല്ലാ അമ്മമാർക്കുമായി ആ കവിയുടെ തൂലിക ചലിച്ചു. ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള താമരപ്പൂവോ. ഈ താരാട്ടുപാട്ട് ഇരയിമ്മൻ തമ്പി റാണി ഗൗരി ലക്ഷ്മിഭായിയെ ഏൽപ്പിച്ചു. ഒരു ഗായിക കൂടിയായിരുന്ന റാണി ഗൗരി ലക്ഷ്മിഭായി അർത്ഥസുരഭിലമായ ആ ഗാനം താളാത്മകമായി പാടി. സ്വാതി തിരുനാളിനും ഉത്രം തിരുനാളിനും മുലപ്പാലിനൊപ്പം കവിതയൂർന്ന സംഗീതവും കൂടി ലഭിക്കുക, അതൊരു അസുലഭ ഭാഗ്യം തന്നെ. ബാലരാമവർമ്മയുടെയും മഹാറാണിമാരുടെയും കാലശേഷം സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ എന്നീ മഹാരാജാക്കന്മാരുടെ കാലത്ത് ആസ്ഥാന കവിയായിരുന്ന ഇരയിമ്മൻ തമ്പി കൊല്ലവർഷം 990 മുതൽക്കാണ് വലിയ കൊട്ടാരത്തിലെ അഗ്രേസരനായി തീർന്നത്. കൊല്ലവർഷം 993 തമ്പി വിവാഹിതനായി. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മകളായ കാളിപ്പിള്ള തങ്കച്ചിയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്.
സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് ഉത്രം തിരുനാൾ ഇളയ തമ്പുരാന്റെ ആഗ്രഹപ്രകാരം തമ്പി ദക്ഷയാഗം ആട്ടക്കഥ നിർമ്മിച്ചു. അതിന് തമ്പിക്ക് അനവധി സമ്മാനങ്ങൾ കൂടാതെ ഒരു പല്ലക്കും മഹാരാജാവ് കൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഇങ്ങനെ ജീവിതത്തിലെന്ന പോലെ സാഹിത്യരംഗത്തും പൂർണ്ണ വിജയം കൈവരിച്ച ഇരയിമ്മൻ തമ്പിക്ക് അത്യുന്നതവും ശാശ്വതവുമായ ഒരു പദവി മലയാള സാഹിത്യത്തിലും സിദ്ധിച്ചിരുന്നു. പദലാളിത്യം, അർത്ഥപുഷ്ടി, സംഗീത മാധുര്യം, പ്രാസഭംഗി എന്നിവ കഥകളിക്കാർക്കും ഭാഷാഭിമാനികൾക്കും അദ്ദേഹത്തിൻ്റെ കൃതികളോട് പ്രത്യേക പ്രതിപത്തി ജനിപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. ആട്ടവും പാട്ടും ജീവിതമാക്കി വളർന്ന സ്വാതി കൊല്ലവർഷം 996 ഇരയിമ്മൻ തമ്പിയെ ആസ്ഥാന കവിയാക്കി വാഴിച്ചു. ദക്ഷിണഭോജൻ എന്ന വിഖ്യാതനായ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ വിദ്വൽ സദസ്സിൽ സർവഥാ കാളിദാസന്റെ സ്ഥാനം വഹിച്ചിരുന്നു ഇരയിമ്മൻ തമ്പി എന്ന് പറയാം. വർണ്ണങ്ങൾ, കീർത്തനങ്ങൾ, മലയാള പദങ്ങൾ, ഒറ്റ ശ്ലോകങ്ങൾ, മുറജപപ്പാന, നവരാത്രി പ്രബന്ധം, സുഭദ്രാഹരണം, തിരുവാതിരപ്പാട്ട് തുടങ്ങിയവയും ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം എന്നീ ആട്ടക്കഥകളും വാസിഷ്ടം, രാസക്രീഡ എന്നീ കിളിപ്പാട്ടുകളുമാണ് തമ്പിയുടെ കൃതികൾ. കൽപ്പിച്ച ഒരു സർവകലാ വല്ലഭനായിരുന്നു ത്യാഗരാജസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രി ഇവരൊക്കെ 2 ഭാഷയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്വമാതൃഭാഷയും സംസ്കൃതവും. മഹാരാജാവ് അങ്ങനെയില്ല. 16ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് സംസ്കൃതം, തമിഴ്, മലയാളം, കർണാടകം, തെലുങ്ക്, ബ്രിജഭാഷ ഈ 7 ഭാഷയിലും കൈകാര്യം ചെയ്തു. കൽപ്പിച്ച് പിന്നെ ഉണ്ടാക്കിയത് സ്യാനന്തൂരപുര വർണ്ണനം. തിരുവനന്തപുരത്തെ പറ്റി ഇതിൽ കൂടുതൽ ഭംഗിയായിട്ടൊരു രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കില്ല. ഇതിലൊക്കെ തമ്പിക്ക് തിരുവനന്തപുരത്തിൽ കൂടെ നിൽക്കാനും ഏതാവശ്യമുണ്ടെങ്കിലും ഈ കലകളിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായവും ശ്രദ്ധയും ഉള്ളതുകൊണ്ട് 2 പേരും ഒരു രീതിയിലും ഒരു വേർപാടില്ലാത്ത ഒരു ബന്ധം ആയിരുന്നു. 1015 തഞ്ചാവൂർക്കാരും വിദ്വാൻമാരുമായ അനന്തരാമശാസ്ത്രികൾ, ദത്തരാമശാസ്ത്രികൾ എന്ന 2 ശാസ്ത്രിമാർ സ്വാതി തിരുനാളിൻ്റെ മുമ്പാകെ ഗഹനാർത്ഥങ്ങളായ 2 ശ്ലോകങ്ങൾ ഒരു വെല്ലുവിളി രൂപേണ സമർപ്പിക്കുകയുണ്ടായി. തമ്പി അവയ്ക്ക് അർത്ഥം പറഞ്ഞത് കൂടാതെ അവയേക്കാൾ അർത്ഥകാഠിന്യമുള്ള 2 ശ്ലോകങ്ങൾ ഉണ്ടാക്കുകയും ആ പണ്ഡിതന്മാരോട് അർത്ഥവിവരണം ആവശ്യപ്പെടുകയും ചെയ്തു. അവർ അതിൽ പരാജയപ്പെട്ടു. അനായാസേന നേടിയ ആ വിജയത്തിൽ സന്തുഷ്ടനായ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ 2 കൈകൾക്കും വീരശൃംഖല സമ്മാനിച്ചു. തമ്പിയുടെ 3 ആട്ടക്കഥകളിൽ ആദ്യത്തേത് കീചകവധവും ഒടുവിലത്തേത് ദക്ഷയാഗവുമാകുന്നു. ഉത്തരാസ്വയംവരം കീചകവധത്തിൻ്റെ തുടർച്ചയാണെന്ന് അനുമാനിക്കത്തക്ക വിധത്തിലാണ് അതിലെ നിശമ്യ വാർത്താമത കീചകനാം എന്ന ആദ്യ ശ്ലോകം രചിച്ചിട്ടുള്ളത്. ദക്ഷയാഗത്തിലെ ശ്യാമാം സോമാഭിരാമദ്യുതി മുഖലസിതാം താരഹാരാം അതിരമ്യാം എന്നിങ്ങനെയുള്ള ശ്ലേഷോപമയ്ക്കും ദൃഷ്ടാന്തങ്ങൾ തമ്പിയുടെ കൃതികളിൽ സുലഭമാണ്. ദണ്ഡകപ്രയോഗത്തിൽ ആട്ടക്കഥാകർത്താക്കളിൽ പലരും വിജയം നേടിയിട്ടുണ്ടെങ്കിലും കീചകവധത്തിലെ ദണ്ഡകത്തിന് സിദ്ധിച്ചിട്ടുള്ള പ്രചാരം ഒന്ന് വേറെയാണ്. എന്നു തുടങ്ങിയ വരികൾ തമ്പിയുടെ കൽപ്പനാ വൈഭവത്തിനും ചിത്രനിർമ്മാണ ചാതുരിക്കും നിദർശനങ്ങളാണ്. ഉത്തരാസ്വയംവരത്തിൽ കല്യാണി കാൺക എന്ന പദത്തിലെ പോകി നിൻ മുഖം കണ്ട് ചന്ദ്രനെന്നു ചിന്തിച്ചു ഏകാന്തം വിരഹത്ത ശങ്കിച്ചിത ഏകലോചനം കൊണ്ട് കോപമൊട് നിന്നെയും ശോകമൊട് അപരേണ നോക്കുന്നു പതിയെയും എന്ന പ്രയോഗം ഇരയിമ്മൻ തമ്പി അന്നത്തെ അഹങ്കരിച്ചിരുന്ന കഥകളി നടന്മാരിൽ ഒരാളായ ഈശ്വരപിള്ളയുടെ അഹങ്കാരം ശമിപ്പിക്കാനായി
ഏകലോചനം കൊണ്ട് കോപവും മറ്റേ കണ്ണുകൊണ്ട് ശോകവും ഒരേ സമയത്ത് അഭിനയിക്കാൻ പറഞ്ഞു. ഈശ്വരപിള്ള അങ്ങനെ അഭിനയിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. 1003 മുറജപം, 1004 സ്വാതി തിരുനാളിൻ്റെ സിംഹാസനാരോഹണം, 1030 അത്തം തിരുനാളിൻ്റെ ജനനം, ഇവയെല്ലാം ഇരയിമ്മൻ തമ്പിയുടെ കവിതയ്ക്ക് വിഷയമായി. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മലയാളത്തിലും സംസ്കൃതത്തിലുമായി ധാരാളം ശ്ലോകങ്ങളും കീർത്തനങ്ങളും തമ്പി എഴുതിയിട്ടുണ്ട്. സുഭദ്രാഹരണം, കൈകൊട്ടിക്കളിപ്പാട്ട്, നവരാത്രി പ്രബന്ധം എന്നിവയും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഇരയിമ്മൻ തമ്പിയുടെ താരാട്ടെന്ന പോലെ തിരുവാതിര കളിപ്പാട്ടുകളിൽ എന്നെന്നും അദ്വിതീയമായ വീരവിരാട എന്ന ഉത്തരാസ്വയംവരത്തിലെ കുമ്മി പ്രസിദ്ധമാണല്ലോ. ഈ കുമ്മി ഒരിക്കൽ കേട്ടവർ ഒരിക്കൽ കൂടി മൂളാതിരിക്കില്ല. ഇതുപോലൊരു കുമ്മി മലയാള ഭാഷയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കുമ്മിയിൽ കൂടി നാം ഓർക്കുന്നത് സരസ്വതീ ദേവിയുടെ തന്നെ സർവാംഗ സുന്ദരമായ സരസനർത്തനമാണ്. ഏതു വിഷയത്തിൻ്റെയും ഭാവത്തിനൊത്ത പദങ്ങളുടെ തടവില്ലാത്ത ഒഴുക്ക് തമ്പിയുടെ രചനകളെ ഏറെ ഹൃദ്യമാക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് അതത് മേഖലകളിൽ അവ ഉത്തമമായ കൃതികളായിരിക്കുന്നത്. ഇരയിമ്മൻ തമ്പി തൻ്റെ വീട് ജീർണാവസ്ഥയിലായിരിക്കെ അക്കാര്യം ആശ്രിതവത്സലനായ സ്വാതി തിരുനാളിനെ തെര്യപ്പെടുത്താനായി ഒരു ശ്ലോകം ചമച്ചു. മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മദീയം. നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം, അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. വിഖ്യാതമായ ഈ ശ്ലോകത്തിൽ ഭാഗവതം പോലെ പുരാണമാണ് തൻ്റെ വീടെന്നും അത് കണ്ടാൽ ഭാഗവതസാരം ഗ്രഹിച്ച ആധ്യാത്മികനെന്ന വണ്ണം വിരക്തി ഉണ്ടാകുമെന്നും വീടിനെയും ഭാഗവതത്തെയും ഉപമിച്ചിരിക്കുന്നു. ഒരേ ഒരു വ്യത്യാസം അർത്ഥങ്ങളില്ല എന്നതാണ്. ഭാഗവതത്തിൽ സാരാർത്ഥമുണ്ട്. തൻ്റെ വീട്ടിൽ ധനമില്ല എന്നാണ് തമ്പി സൂചിപ്പിച്ചത്. കവിസദസ്സിലെ പ്രിയ തോഴൻ്റെ ദുഃഖത്തെ മനസ്സിലാക്കി രാജാവ് വീട് പുതുക്കിപ്പണിയാൻ 1000 പണം നൽകി എന്നാണ് കഥ. പണം നൽകിയ തെളിവ് ഇന്നും കൊട്ടാരം കണക്കിലുണ്ട്. ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴി തുറന്ന പ്രസിദ്ധമായ തമ്പിയുടെ ഒരു ഗാനമായിരുന്നു പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദ രസത്തെ എന്ന് തുടങ്ങുന്നത്. സ്വാതി തിരുനാൾ മഹാരാജാവുമായി അസ്വാരസ്യത്തിലായിരുന്ന തിരുവാട്ടമ്മച്ചിക്കു വേണ്ടി കാമാഭ്യർത്ഥനയുടെ രൂപത്തിൽ എഴുതിയതാണ് ഈ ശ്ലോകമെന്ന് രസികമതം. കേരളീയ ലാസ്യ സർവസ്വമായ മോഹിനിയാട്ടത്തിൻ്റെ സൃഷ്ടിക്ക് പിറകിലും ഈ കൃതിയാണെന്ന് വാദമുണ്ട്. പ്രാണനാഥൻ എനിക്ക് നൽകിയ എന്നതുപോലെ രതിവർണ്ണനയായ ഒരു നാൾ നിശി ചെയ്ത ലീലകൾ ഒരിക്കലും ഹൃദി മറക്കുമോ സഖി എന്നു തുടങ്ങുന്ന കിശോരകാവ്യം, അറിയുന്നതും അറിയാത്തതുമായ കീർത്തനങ്ങൾ, 5 വർണ്ണങ്ങൾ, അനുപമമായ 22 പദങ്ങൾ, അങ്ങനെ നീളുന്നു ആ കാവ്യവല്ലരിയിൽ വിരിഞ്ഞ നറുകുസുമങ്ങൾ. സ്വാതി തിരുനാൾ മഹാരാജാവ് ജനിക്കുമ്പോൾ സംഗീതാത്മകമായി താരാട്ടെഴുതിയ ഇരയിമ്മൻ തമ്പി പ്രായപരിധിയില്ലാത്ത ഒരു സുഹൃത്ത് ബന്ധമായിരുന്നു സ്വാതി തിരുനാളുമായി ഉണ്ടായിരുന്നത്. ഒരു ശരീരവും ഒരാത്മാവുമായി കേരള സംഗീതത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഇരയിമ്മൻ തമ്പിയെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കേരള സംഗീത മഹാരാജാവ് 32-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓമന തിങ്കൾക്കിടാവു എന്നെഴുതിയ തൂലിക കൊണ്ട് ആ തിങ്കൾക്കിടാവിനെക്കുറിച്ച് ചരമഗീതവും രചിച്ചു. ഈ ചെറുപ്രായത്തിൽ പോകുന്ന ആരും ഊഹിക്കാൻ നിവൃത്തിയില്ല. ലഘുവായിട്ടെന്തോ അന്നത്തെ പഴയ മലയാളത്തിൽ ശീലായ്മ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സഹോദരിയായ രുക്മിണിബായിയും അടുത്ത മഹാരാജാവാകുന്ന ഉത്തരനാൾ മാത്തോള മഹാരാജാവും തമ്പുരാനെ കുതിരവാളികയിൽ കാണാൻ പോയി. അപ്പോൾ ആഹാരമൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി വല്ലതും കഴിക്കൂലയോ
വേണോ? എന്നാൽ ഒരു രാവിലെ കഞ്ഞിയും എടുക്കും. കഞ്ഞി കൊണ്ടൊന്ന് കഴിച്ചു. ആ വാതിലിൻ്റെ അവിടെ വന്നൊന്ന് കൈയിനെ പിടിച്ചോണ്ട് നിന്ന് പറഞ്ഞു, ഇനി എന്ന് പറഞ്ഞ് കഥ അടച്ചു. പിന്നെ ആരും കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടൊരു അല്പനേരം എന്ന് വെച്ചാൽ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗർഭഗൃഹത്തിനകത്ത് പാദത്തിനവിടെ തമ്പുരാൻ നിൽക്കുന്നതായിട്ട് പോറ്റി കണ്ടു. അപ്പോൾ എന്താ ഇപ്പോൾ വേണ്ടത്? പുണ്യാഹം കഴിക്കണോ? തലേദിവസം പൂപ്പാട്ടിനെ വരുത്തണോ? എന്താ ഇപ്പോൾ വേണ്ട? കൊട്ടാരത്തിൽ ചോദിക്കണോ? അപ്പോൾ ഒരു മഹാരാജാവ് നാട് നീങ്ങുകയാണെങ്കിൽ കൂട്ടമണി അടിക്കുക എന്നൊരു ഏർപ്പാടുണ്ട്. ആ ശബ്ദം കേട്ടു. അപ്പോൾ മഹാരാജാവിൻ്റെ ആത്മാവ് ഇഹലോകം വിട്ടപ്പോൾ പാദത്തിൽ നിന്നുകൊണ്ടാണ് ആ സ്വർഗത്തേക്ക് പോയി എന്ന് പറയാം. അത് മനസ്സിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഇതാണ്. അത്രയ്ക്ക് ഭക്തി അങ്ങ് നിറഞ്ഞ ഒരാളായിരുന്നു. എല്ലാത്തിലും പത്മനാഭനല്ലാണ്ട് വേറെ ഒന്നും മനസ്സിൽ തോന്നിയിട്ടില്ല. വന്നപ്പോൾ ഓമനത്തിങ്കൾ പാടിയിട്ട് ആ വിരഹം വരുമ്പോൾ ഒരു പാട്ടുണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് തോന്നുന്നത്. കേരളീയ കവികളുടെ ഇടയിൽ തമ്പിക്കുള്ള സ്ഥാനവും അദ്വിതീയമാണ്. സംസ്കൃത ഗീതത്തിൽ ഭൂരിഭാഗവും മഹാരാജാവിൻ്റെ ഗീതങ്ങൾക്ക് താഴെയല്ല. ഭാഷാഗീതങ്ങൾ മഹാരാജാവിൻ്റേതിനേക്കാൾ ഉത്കൃഷ്ടവുമാണ്. പ്രായം 71 നിൽക്കുമ്പോൾ കടുത്ത വാതരോഗം പിടിപെട്ട് അവശനായിരുന്നു തമ്പി. കൈ അനക്കാനാവാതെ അക്കാലത്തെ തൻ്റെ ദുരിതത്തിൻ്റെ തീക്ഷ്ണത മുഴുവൻ ആവാഹിച്ച് ഗുരുവായൂരപ്പനോട് മനമുരുകി പ്രാർത്ഥിച്ചു. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ. കഴലീണ കൈ തൊഴുന്നേ. ഈ കീർത്തനം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ യദുകുല കാമ്പോജിയിൽ പാടിയിട്ടുണ്ട്. ആ ഗാനം കേട്ടാൽ തമ്പി ഈ ഗാനം രചിച്ചത് ശ്രീരാഗത്തിൽ തന്നെയോ എന്ന് സംശയിച്ചു പോകും. തമ്പിയുടെ ഗാനങ്ങൾക്ക് നേരെ ഉയർന്ന പ്രധാന വിമർശനം അവയിലെ നഗ്ന ശൃംഗാര വർണ്ണനകൾക്ക് എതിരാണ്. ഷഷ്ട്യബ്ദപൂർത്തി കഴിഞ്ഞതിന് ശേഷമാണ് തമ്പി ഇത്തരം കൃതികൾ അധികം എഴുതിയതെന്നും വാദമുണ്ട്. കേരള ജയദേവൻ എന്ന പേര് തമ്പിക്ക് നേടിക്കൊടുത്തതും ഈ ശൃംഗാര രസഗീതികളായിരിക്കാം. 1856 ഓഗസ്റ്റ് മാസം ഒരു ഈറൻ പ്രഭാതത്തിൽ കേരളത്തിലെ സംഗീതാദി കലകൾക്ക് രൂപം നൽകിയ, മലയാളിയെ താരാട്ടുപാടി ഉറക്കിയ ആ കോകില മൃദുപഞ്ചമം നിലച്ചു. കേരളത്തിന് എന്നെന്നും അഭിമാനിക്കാൻ തക്ക വക നൽകുന്ന സാഹിത്യശേഖരങ്ങൾക്ക് ജന്മമരുളിയ ശേഷം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ആ സാഹിത്യകാരൻ്റെ കലാസേവനത്തിന് നാം അർഹിക്കുന്ന ബഹുമതി നൽകിയോ എന്ന കാര്യം ഒരു കുറ്റബോധത്തോടെ ചിന്തിക്കേണ്ടതാണ്. ഭഗവൻ കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ. കഴലീണ